എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. കേരളവും കർണാടകവും തമ്മിലുള്ള ബന്ധങ്ങൾ വഷളാകുന്നു. കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ വളരെ കൃത്യമായി വ്യക്തമാക്കി, കേരളത്തിൽ നിന്നുള്ള ഒരു MPയോ MLAയോ ഇങ്ങോട്ട് വരണ്ട, നിങ്ങൾ നിങ്ങളുടെ പണി നോക്കൂ, ഞങ്ങൾക്ക് ഇവിടുത്തെ കാര്യം നോക്കാൻ അറിയാം. അതായത് ഇത്ര ശക്തമായ ഭാഷയിൽ കർണാടക ഉപമുഖ്യമന്ത്രി പ്രതികരിക്കണമെങ്കിൽ പ്രശ്നം എത്രത്തോളം വഷളായി എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ചില ആളുകളുടെ പക്വതയില്ലാത്ത ഇടപെടൽ അതാണ് ഇതിന് കാരണമായി തീർന്നത്. പ്രധാനമായും ഈ പ്രശ്നത്തെ വഷളാക്കിയത് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ സഖാവും അതോടൊപ്പം തന്നെ AA റഹീമുമാണ് ഈ പ്രശ്നം വഷളാക്കിയത്. എന്താണ് ഈ പ്രശ്നം യഥാർത്ഥത്തിൽ? അതായത് ബാംഗ്ലൂർ സിറ്റിയിൽ അതിൻ്റെ ഹൃദയഭാഗത്തുള്ള ഒരു 15 ഏക്കർ സ്ഥലം, അത് മാലിന്യ സംസ്കരണത്തിന് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ള സ്ഥലമാണ്. എന്നാൽ അവിടെ ചില ആളുകൾ കുടിയേറി പാർത്തു, അനധികൃതമായി കുടിയേറി, ഇല്ലീഗലായിട്ട് അവിടെ കയറി പാർത്തു. അത് 15 ഏക്കർ സ്ഥലത്ത് ഏതാണ്ട് 400 കുടുംബങ്ങൾ, അത് മുസ്ലിം സമൂഹത്തിൽപ്പെട്ട കുടുംബങ്ങളാണ് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ട്. ഇതുമായി ബന്ധപ്പെട്ട് കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ പറഞ്ഞ ചില കാര്യങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത്, കുറച്ചാളുകൾ ഇല്ലീഗലായി ഈ സ്ഥലം എൻക്രോച്ച് ചെയ്തിരിക്കുകയാണ്. ഇത് അവിടുത്തെ ലോക്കൽ MLAയും അവിടുത്തെ മറ്റ് രാഷ്ട്രീയ നേതാക്കന്മാരും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൃത്യമായ റിപ്പോർട്ടുകൾ സർക്കാരിന് കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഇവരോട് മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറിപ്പോകുവാൻ ഗവൺമെൻറ് പല പ്രാവശ്യവും ആവശ്യപ്പെട്ടിട്ടും ഇവർ ഈ സ്ഥലം വിട്ട് ഒഴിയാനായിട്ട് തയ്യാറായില്ല. ഇത് ഇല്ലീഗലായി ഇവർ ഈ സ്ഥലം എൻക്രോച്ച് ചെയ്തതാണ്. അതുമാത്രവുമല്ല, ഈ ലാൻഡ് മാഫിയയെ, അതായത് ബാംഗ്ലൂർ ടൗണിൽ പല സ്ഥലങ്ങളിലും ഇത്തരം കുടിയേറ്റങ്ങളുണ്ട്, ഇതിനെ എല്ലാം ഒഴിപ്പിച്ചെടുക്കും. കാരണം ഭൂമാഫിയ ഇതിൻ്റെ അകത്ത് കയറി പ്രവർത്തിക്കുവാൻ അനുവദിക്കില്ല. ബാംഗ്ലൂരിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഈ 15 ഏക്കർ ഭൂമി മാലിന്യ സംസ്കരണത്തിന് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ള ഈ ഭൂമിയിൽ അനധികൃതമായി ചില ആളുകൾ കുടിയേറി പാർത്തിരിക്കുന്നു. അത് 400 കുടുംബങ്ങളുണ്ട്. ആ 400 കുടുംബങ്ങളും അതിൽ നല്ലൊരു ഭാഗവും മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. ഇവരോട് പല പ്രാവശ്യം ഒഴിഞ്ഞു പോകാൻ പറഞ്ഞെങ്കിലും ഇവർ ഇത് ഒഴിഞ്ഞു പോകാൻ കൂട്ടാക്കിയില്ല എന്നുള്ളതാണ്. എന്നാൽ ഈ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ചില റിപ്പോർട്ടുകൾക്ക് അനുസരിച്ച് ഈ ബാംഗ്ലൂരിൻ്റെ വിവിധ ഭാഗങ്ങളിലും കർണാടക സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളും ബംഗ്ലാദേശികൾ കുടിയേറിയിട്ടുണ്ട് എന്നുള്ളതാണ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഒരു മാധ്യമ പ്രവർത്തകൻ ചില ആളുകളുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം ഒരു ബംഗ്ലാദേശിയാണ്. ബംഗ്ലാദേശിൽ നിന്നുള്ള മുസ്ലിം സമൂഹത്തിൽ നല്ലൊരു ശതമാനം ആളുകൾ കേരളത്തിലേക്ക് കുടിയേറിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് കുടിയേറിയിട്ടുണ്ട്. അപ്പോൾ ഈ കർണാടക സംസ്ഥാനത്തിൽ ബംഗ്ലാദേശികൾ ഇവിടെ പലരും കുടിയേറി പാർക്കുകയാണ്. അതായത് ബംഗ്ലാദേശിൽ ഹിന്ദു സമൂഹം അവിടെ കൂട്ട ആക്രമണങ്ങൾക്ക് ഇരയാകുമ്പോൾ ദീപു എന്ന് പറയുന്ന ഒരു വ്യക്തിയെ അല്ലാഹു അക്ബർ എന്ന് വിളിച്ചുകൊണ്ട് കൂട്ടമായി ചേർന്ന് നിന്ന് അവിടുത്തെ പോലീസുകാർ അവിടുത്തെ മതഗുണ്ടകൾക്ക് ദീപു എന്ന ഒരു ചെറുപ്പക്കാരനെ എറിഞ്ഞു കൊടുത്തു. ആ ചെറുപ്പക്കാരൻ്റെ 3 സഹോദരിമാരെയും ബംഗ്ലാദേശി മുസ്ലിങ്ങളായിട്ടുള്ള ഇസ്ലാമിക് മത തീവ്രവാദികൾ അവരെ ബലാത്സംഗം ചെയ്തു. പുതിയ റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അതോടൊപ്പം തന്നെ ചില ആളുകളെ അവർ ഉപദ്രവിച്ചു, അതിശക്തമായി ഉപദ്രവിക്കുകയാണ്. ഇന്നലെ ഈ കഴിഞ്ഞ ദിവസവും മറ്റ് ഒരു ഹിന്ദു യുവാവ് കൊല്ലപ്പെട്ടിട്ടുണ്ട്. ബംഗ്ലാദേശിൽ ഹിന്ദുക്കളുടെ അമ്പലങ്ങളും അവരുടെ വിഗ്രഹങ്ങളുമെല്ലാം തല്ലി തകർത്തുകൊണ്ട് ഇസ്ലാമിക് മത തീവ്രവാദികൾ ഹിന്ദു സമൂഹത്തിനെടുത്ത് എതിരെ
അതിക്രൂരമായ രീതിയിൽ ആക്രമണങ്ങൾ അയച്ചു വിടുമ്പോൾ ഇവിടെ കർണാടകത്തിലും കേരളത്തിലും മറ്റ് ഇതര സംസ്ഥാനങ്ങളിലും ബംഗ്ലാദേശികൾ ഇവിടെ വന്ന് സുഖമായി പാർക്കുകയാണ്. ഇത് അനുവദിച്ചുകൂടാ. അപ്പോൾ കർണാടകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ബംഗ്ലാദേശികൾ കുടിയേറി പാർത്തിട്ടുണ്ട്, ഇപ്പോഴും അവരുണ്ട് എന്ന് ചില TV ചാനലുകൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഈ കർണാടകത്തിൽ ഈ കുടിയേറ്റത്തെ ഒഴിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങൾ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ ബംഗ്ലാദേശിൽ നിന്നുള്ള നിരവധി ആളുകളുടെ കുടിയേറ്റം നമ്മുടെ ഈ ഭാരതത്തിലുണ്ട്. അവർ ഒളിഞ്ഞും തെളിഞ്ഞും പല സ്ഥലങ്ങളിലും പാർക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. എന്നാൽ ഈ കർണാടക സംസ്ഥാനത്ത് നടന്ന ഈ പ്രശ്നം ഇത്രയും വഷളാക്കിയതിൻ്റെ പ്രധാന കണ്ണി എന്ന് പറയുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ സഖാവാണ്. കർണാടക സംസ്ഥാനത്തിൽ നടന്ന ഒരു വിഷയത്തെ ഇത്രയും ഊതിപ്പെരിപ്പിച്ച് ഇത് സമൂഹ മാധ്യമങ്ങളിൽ അവതരിപ്പിക്കുകയും പരസ്യമായി ഇത് പ്രഖ്യാപിക്കുകയും ചെയ്തതോടുകൂടി കർണാടകത്തിലുള്ള ആളുകൾ ജാഗരൂകരായിരിക്കുകയാണ്. തീവ്ര മുസ്ലിം പ്രീണനമാണ് സഖാവ് പിണറായി വിജയനെ കൊണ്ട് ഇത്തരത്തിൽ പറയിപ്പിച്ചത് എന്ന് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. അതിനെ ഏറ്റുപിടിച്ചുകൊണ്ട് ഡബിൾ റഹീം അവിടെ എത്തുകയും ഈ പ്രശ്നം വീണ്ടും വഷളാക്കുകയും ചെയ്തു. എന്നാൽ കർണാടകത്തിൽ നടന്ന ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഇവിടെയുള്ള കേരളത്തിലുള്ള MP MLA മാർ ഇത്രയും ജാഗരൂകരാകുമ്പോൾ കേരളത്തിൽ പ്രത്യേകിച്ച് മുനമ്പം പോലുള്ള സ്ഥലങ്ങളിൽ 650-ലധികം കുടുംബങ്ങളെ ഈ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട് അവർ അനാഥമാക്കപ്പെട്ടപ്പോൾ, ഇത്രയും പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായപ്പോൾ അവിടേക്ക് ഒന്ന് തിരിഞ്ഞു പോലും നോക്കാൻ ഒരു മര്യാദ കാണിക്കാത്ത ഈ ഡബിൾ റഹീമും അതുപോലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനും ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയതേയില്ല. അതുമാത്രമല്ല, 650-ലധികം കുടുംബങ്ങളെ വഴിയാധാരമാക്കിയതിന് ശേഷം പാർലമെൻറ്റിൽ പോയി അത് ഈ വഖഫ് ബോർഡിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുന്ന ഒരു സമീപനമുണ്ടായി. അപ്പോൾ തീവ്ര മുസ്ലിം പ്രീണനം ഇത് ഇത്രയും വഷളാക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം. അപ്പോൾ അനധികൃതമായി കുടിയേറി പാർക്കുന്ന വ്യക്തികളെ ഒഴിപ്പിക്കണം. സർക്കാരിൻ്റെ ഭൂമിയിൽ താമസിക്കുന്ന ആളുകളെ ഒഴിപ്പിക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ്. എന്നാൽ കർണാടക സർക്കാർ അത് ധൈര്യപൂർവ്വം അങ്ങനെ ഒരു തീരുമാനമെടുത്തപ്പോൾ അതിനെ രാഷ്ട്രീയവൽക്കരിച്ച് മതവൽക്കരിച്ച് അതിലൂടെ 4 കാശ് കൊയ്യാം എന്ന് ചിന്തിച്ച് അല്ലെങ്കിൽ 4 വോട്ട് ലഭിക്കും എന്ന പ്രതീക്ഷയോടുകൂടിയാണ് ഈ ഇടതുപക്ഷം ഇറങ്ങിച്ചാടി പുറപ്പെട്ടിരിക്കുന്നത്. എന്നാൽ നമുക്ക് മുൻകാലങ്ങളിൽ ഈ അനുഭവത്തെ അറിയാം. പാലസ്തീനെയും അതുപോലെ ഹമാസ് തീവ്രവാദികളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് റാലി നടത്തുകയും അവർക്ക് അനുകൂലമായി പ്രകടനം നടത്തുകയും ചെയ്ത ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കേരളത്തിലുള്ള അവർ തന്നെ തേച്ചൊട്ടിച്ച ചരിത്രം നമുക്കറിയാം. പോറ്റിയെ കേറ്റിയെ എന്നൊരു പാട്ട് എഴുതി അവരുടെ ആളുകൾ തന്നെ പിണറായി വിജയനെയും അതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തേച്ചൊട്ടിച്ചു. സ്വർണം കട്ടവൻ, പോറ്റിയെ കേറ്റിയവൻ എന്ന് പറഞ്ഞുകൊണ്ട് ഗാനങ്ങൾ ആലപിച്ചും ഗാനങ്ങൾ എഴുതിയും തീവ്ര ഇസ്ലാമിക് ചിന്താഗതിയുള്ള ആളുകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ ശക്തമായ രീതിയിൽ ആഞ്ഞടിച്ചു. ഇത്രയും കിട്ടിയിട്ടും അത് പോരാതെ പിന്നെയും അന്യ സംസ്ഥാനത്തിൽ നടന്ന ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ട് വലിയ ഒരു എടുത്തുചാട്ടം, ആ എടുത്തുചാട്ടം കൊണ്ട് നാണം കെട്ട് നാറിപ്പോയത് വാസ്തവത്തിൽ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയാണ്. പ്രത്യേകിച്ച് തിരുവനന്തപുരം ലോ കോളേജുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ അത് വലിയൊരു വിവാദത്തിന് കാരണമായി തീർന്നു. ഇത്രയും വിദ്യാഭ്യാസമുള്ള ഒരു വ്യക്തി ഏത് കോളേജിൽ നിന്നാണ് ഏത് സ്കൂളിൽ നിന്നാണ് വിദ്യാഭ്യാസം ചെയ്തത് എന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ചപ്പോൾ LLB എടുത്തത് തിരുവനന്തപുരം ലോ കോളേജിലാണ് എന്ന് അറിയുവാനായിട്ട് ഇടയായി തീർന്നു. അപ്പോൾ ചില ആളുകൾ പറഞ്ഞു ഈ A റഹീമിൻ്റെ പ്രശ്നമല്ല, മറിച്ച് ആ കോളേജിൻ്റെ നിലവാരമാണ് നമുക്ക് കാണുവാനായിട്ട് കഴിഞ്ഞത്. അതുകൊണ്ട് കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നിലവാരവും അതുപോലെ കേരളത്തിലെ രാഷ്ട്രീയക്കാരുടെ ഇത്രയും ഉന്നത വിദ്യാഭ്യാസമുള്ള ആളുകളുടെ ഭാഷാ പരിജ്ഞാനവും ഇന്ന് ലോകം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ല, ഞാൻ മനസ്സിലാക്കുന്നത് 2-3 ദിവസമായി ഡബിൾ റഹീം എന്ന രാജ്യസഭാ MP എയറിലാണ്. എയറിൽ നിന്ന് ഇതുവരെയും താഴെ തിരിച്ചെത്തിയിട്ടില്ല എന്നുള്ളതാണ് ചില സോഷ്യൽ മീഡിയ കളിയാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ
വാസ്തവത്തിൽ ഈ കേരളവും കർണാടകവും തമ്മിൽ ഇത്രയും പ്രശ്നം വഷളാക്കേണ്ട യാതൊരുവിധ കാര്യവുമില്ല. അവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ അവർക്ക് കഴിയും. പ്രത്യേകിച്ച് കോൺഗ്രസ് സർക്കാരാണ് അവർ ഭരിക്കുന്നത്. ഈ ഇടതുപക്ഷവും കോൺഗ്രസും ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികളാണ്. കേരളം വിട്ടുകഴിഞ്ഞാൽ രണ്ടുപേരും ഒരു കുടക്കീഴിൽ നിൽക്കുന്ന പാർട്ടികളാണ്. അതായത് രണ്ടുപേരും ഒന്നിച്ചിരിക്കുകയും ഒന്നിച്ച് രാഷ്ട്രീയ പ്രചാരണം നടത്തുകയും മത്സരിക്കാൻ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നതാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള ആളുകളുടെ പടം കോൺഗ്രസ് പാർട്ടിയുടെ നേതാവായ രാഹുൽ ഗാന്ധിയോടൊപ്പവും രാഹുൽ ഗാന്ധിയുടെ പടം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരോടൊപ്പവും ഇവിടെ ഉത്തർപ്രദേശിലും ബീഹാറിലും തെലങ്കാനയിലും മറ്റ് തമിഴ്നാട്ടിലും വിവിധ സ്ഥലങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. രണ്ടുപേരും വാസ്തവത്തിൽ ഒന്ന് തന്നെയാണ്, രണ്ടല്ല. അപ്പോൾ ഒരു മുന്നണിയിൽപ്പെട്ട രണ്ടാളുകൾ ഇടതുപക്ഷവും വലതുപക്ഷവും ഇവർ തമ്മിൽ കൊമ്പ് കോർക്കുമ്പോൾ അവിടെ സംഭവിക്കുന്നത് വലിയ പ്രത്യാഘാതങ്ങളാണ്. എന്തായാലും കേരളവും കർണാടകവും തമ്മിലുള്ള ബന്ധം അമ്പേ വഷളായി. ഇന്ന് DK ശിവകുമാർ വളരെ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു MP യും ഒരു MLA യും കേരളത്തിൽ നിന്നുള്ള ഇവിടെ കാലുകുത്തിയേക്കരുത്. അതുമാത്രമല്ല, ഞങ്ങളുടെ കാര്യങ്ങൾ നോക്കാനുള്ള ചങ്കൂറ്റം ഞങ്ങൾക്കുണ്ട്, നിങ്ങളുടെ ആരുടെയും ഉപദേശത്തിൻ്റെ ആവശ്യകതയില്ല എന്ന് കൃത്യമായി പറഞ്ഞിരിക്കുകയാണ്.